പൊന്നാനി ഉസ്താദ് അവരുടെ കയ്യിൽ നിന്നും അടർത്തിയെടുത്ത ഇൽമിനെയതാ ഈ ബദറിൽ തീരത്തിൽ വന്ന പ്രിയപ്പെട്ട ഉമ്മമാർക്ക് വേണ്ടി ഞാൻ പറഞ്ഞു തരികയാണ്. ആകാശവാനലോകത്തിൽ നിന്നും അതാ ഒരു പുകയതാ പുറപ്പെടുകയാണ്. ഖുറൂജുൻ ദജ്ജാൽ, രണ്ടാമത്തെ അടയാളമേതാ? ദജ്ജാൽ പുറപ്പെടുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. മൂന്നാമത്തെ അടയാളത്തെ പറ്റി ലോകത്തിന്റെ ഷഫീഅത സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നുസൂലുൽ ഈസ ഇബ്നു മറിയമ, മറിയമിന്റെ മകനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആകാശവാനലോകത്തിൽ നിന്നും ഇറങ്ങി വരികയാണ്. നാലാമത്തെ അടയാളമേതേ? യഅജൂജ് വമഅജൂജ്, യഅജൂജും മഅജൂജും പുറപ്പെടുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. അഞ്ചാമത്തെ അടയാളമേതേ? ഖുറൂജു ദാബത്തുൽ അർള്, ദാബത്തുൽ അർള് എന്ന് പറയുന്ന മൃഗമതാ പുറപ്പെടുകയാണ്. ആറാമത്തെ അടയാളമേതേ? തുലൂഉ ശംസി മിൻ മഗ്രിബിഹാ, സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കപ്പെടുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. 7ഉം 8ഉം 9ഉം ഒരേ ദിവസം ഒരേപോലെ നടക്കുമെന്ന് ആദരവായ റസൂലുള്ളാഹി. സലാസത്തുൽ ഖുസൂഫ്, 7ഉം 8ഉം 9ഉം അടയാളങ്ങൾ 3 അടയാളങ്ങളാ. അതിലൊന്നാമത്തത് 3 ഭൂകമ്പങ്ങൾ ഉണ്ടാകും. 3 ഭൂകമ്പങ്ങൾ ഉണ്ടാകും. അതിലൊന്നാമത്തെ ഭൂകമ്പം ഖസ്ഫും ബിൽ മശ്രിഖ്, ഒന്നാമത്തത്. രണ്ടാമത്തെ ഭൂകമ്പം ഖസ്ഫും ബിൽ മഗ്രിബ്. മൂന്നാമത്തെ ഭൂകമ്പം വഖസ്ഫും ബിൽ ജസീറത്തിൽ അറബി എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് 7ഉം 8ഉം 9. എന്താ? ഖസ്ഫും ബിൽ മശ്രിഖ്, ഒരു കിഴക്കൻ നാട്ടിൽ നിന്നും വലിയ ഒരു ഭൂകമ്പം ഉണ്ടാകും. രണ്ടാമത്തത് വഖസ്ഫും ബിൽ മഗ്രിബി, മിഡിൽ ഈസ്റ്റിൽ നിന്നും വലിയ ഒരു ഭൂകമ്പം കടന്നു വരും. മൂന്നാമത്തത് വഖസ്ഫും ബിൽ ജസീറത്തിൽ അറബി, പടിഞ്ഞാറിൽ നിന്നും വലിയ ഒരു ഭൂകമ്പങ്ങൾ ഉണ്ടാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് 7ഉം 8ഉം 9ഉം. 10ാമത്തെ അടയാളത്തെ പറ്റി അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്. വആഖിറു ദാലിക നാറു തഖറുജു മിനൽ യമൻ, യമനിൽ നിന്നും വലിയ ഒരു തീഗോളം അതാ പുറപ്പെടുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. 3 ഭൂകമ്പങ്ങളെ പറ്റി നമ്മൾ പഠിച്ചല്ലോ. ഇനി 10ാമത്തത് മനസ്സിലാകുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. വആഖിറു ദാലിക നാറുൻ തഖറുജു, വലിയ ഒരു തീഗോളം പുറപ്പെടും. എവിടെ നിന്നാ? മിനൽ യമൻ, യമനിൽ നിന്നും വലിയ ഒരു തീ